ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത്. മറ്റ് പല തിരക്കുകൾ കാരണം അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ കൊണ്ട് ഞാൻ കുറച്ച് തിരക്കായിരുന്നു. സത്യത്തിൽ വണ്ടിയുടെ ബിസിനസ് ഇപ്പോൾ കേരളത്തിൽ വളരെ കുറവാണ്. കാരണം RC ചേഞ്ച് മറ്റ് പല കാര്യങ്ങൾ, ഗവൺമെൻറ്റിൽ ഫണ്ടില്ല, ഇലക്ഷൻ, അങ്ങനെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പഴയ ബിസിനസ് ഇപ്പോൾ വണ്ടിയുടെ ബിസിനസ് ഇപ്പോൾ ഇല്ല, വളരെ കുറവാണ്. എല്ലാ ഡീലേഴ്സും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും മറ്റ് പല മേഖലയിലേക്ക് പോയി. അതിൻ്റെ കുറേ തിരക്കുകളായിരുന്നു. കുറേ ബിസിനസ്സുകൾ അങ്ങനെ അതായിട്ട് കറങ്ങി നടക്കുകയായിരുന്നു. അപ്പം നമുക്ക് വണ്ടി കച്ചവടം ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്റ്റാഫുകളുണ്ട്, അവർക്ക് സാലറി കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ബിൽഡിങ്ങിന് വാടക കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പല തിരക്കുകൾ മറ്റ് ബിസിനസ്സായിട്ട് ഇങ്ങനെ കൺവെർട്ട് ചെയ്ത് പോയതുകൊണ്ടാണ് ആരെയും കാണാതിരുന്നത്. ഇപ്പോൾ ആൾക്കാർ പറയും ഞാൻ വീണ്ടും ബിസിനസ് കുറവായതുകൊണ്ട് തള്ളായിട്ട് ഇറങ്ങിയിരുന്ന ആൾക്കാർ പറയുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസായിട്ട് പറഞ്ഞത്. ബിസിനസ് കുറവാണ്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും വളരെ കുറവാണ്. വീണ്ടും ഒരുപാട് നാൾ ശേഷം എല്ലാവരെയും കണ്ടതിൽ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. കേരളത്തിൽ ഏറ്റവും വിലക്കുറവിൽ കാറ് വിൽക്കുക എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ 10-20 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് മാർജിൻ കുറച്ച് മതി. അപ്പോൾ പല ചിലവുകൾ, ഒരുപാട് ആൾക്കാർ വെച്ച് സ്റ്റാഫിന് സാലറി ഉണ്ട്, അല്ലെങ്കിൽ അവരെ ഷെയർ ചെയ്യണം, ഇതൊന്നുമില്ല. നമുക്കിപ്പോൾ വേറെ ബിസിനസ് പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ മറ്റ് പലരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ എക്സ്പെൻസ് കസ്റ്റമേഴ്സായിട്ട് വില കുറച്ച് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ വണ്ടിയുടെ വില കുറയ്ക്കുന്നത്. പിന്നെ മറ്റാരും ചെയ്യാത്തത്, ഞാൻ ഈ പഴയ വണ്ടിയൊക്കെ വിൽക്കുമ്പോൾ മറ്റവർക്ക് പേടിയാണ്. വണ്ടി കംപ്ലയിൻറ്റ് വരുന്ന ആൾക്കാരുണ്ട്. ഈ പഴയ വണ്ടി മേടിക്കുന്ന ആൾക്കാർ വളരെ സാധാരണക്കാരായിരിക്കും. ഒരു പുതിയ വണ്ടി മേടിക്കാൻ പൈസയില്ലാത്ത വളരെ പാവപ്പെട്ട ആൾക്കാർ എൻ്റെ കയ്യിൽ നിന്ന് കാറ് മേടിക്കുന്നുണ്ട്. അവർക്ക് ആ കാറ് മേടിച്ചിട്ട് പലരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കുക എന്നുള്ളത്. ഞാനങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടി കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ചിട്ടുണ്ടെന്ന് എന്നോട് പലപ്പോഴും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, ഒരുപാട് അലിഗേഷൻസ് ഉള്ള ഫീൽഡാണ്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുമ്പോൾ കുറേ പേർ കംപ്ലയിൻറ്റ് വരും. കുറേ വണ്ടികളെ തിരിച്ചെടുത്തിട്ടുണ്ട്, കുറേ പേർക്ക് അതിൻ്റെ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിപ്പയർ പൈസ കൊടുത്തിട്ടുണ്ട്, ഒക്കെ ഉണ്ടാവും. നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്, പല വണ്ടിയും നമുക്ക് നഷ്ടം വന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല വണ്ടികൾ വിൽക്കുമ്പോൾ 1-2 വണ്ടി നഷ്ടം വന്നു എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് അതൊരു പ്രോബ്ലമല്ല. കാരണം ഞാൻ വെറും സാധാരണക്കാരനായ ഞാൻ ഇപ്പോഴും വളരെ സാധാരണക്കാരനാണ്. ഒന്നുമില്ലായ്മയെന്ന് തന്നെയാണ് ഞാൻ വന്നതും നിൽക്കുന്നതും എല്ലാം ഒരേ ഒരു പൊസിഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സാധാരണക്കാരൻ്റെ വിഷമം മനസ്സിലാവും. ഒരു കാറ് ഇപ്പോൾ ഒരു ഫാമിലിക്ക്, ചെറിയ ഫാമിലിക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ പിള്ളേർക്ക് സ്കൂളിൽ പോകാനും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനും രാത്രിയൊക്കെ പോകാനും ഇപ്പോൾ നമ്മുടെ ഫുഡ് തന്നെ ശരിയല്ല. അപ്പോൾ ഹോസ്പിറ്റൽ കേസൊക്കെ ഒരുപാട് ഹോസ്പിറ്റലുകൾ വളർന്നു. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അസുഖങ്ങൾ കൂടി. അപ്പോൾ ഈ പറയുന്ന പോലെ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ തന്നെ മറ്റ് സാധാരണക്കാരൻ ജീവിക്കാനായിട്ട് അവനും പോകാൻ വണ്ടിയില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ ഈ പ്രാധാന്യം വർദ്ധിക്കുന്നത്. അപ്പോൾ ചെറിയ കാറുകൾ 30,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ കാർ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സാധാരണക്കാരനാണ് എപ്പോഴും ഞാൻ 30,000 കാറൊക്കെ മേടിക്കുന്നവർ ചെറിയ കംപ്ലയിൻ്റൊക്കെ വരാം, അല്ലെങ്കിൽ 50,000 കാർ മേടിക്കുന്നവന്. പക്ഷേ അവർക്ക് ആ വണ്ടി കൊണ്ട് തീരെ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പൈസ പോണ സ്ഥിതി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി എനിക്ക് തിരിച്ചു തന്നേക്ക്. ഇപ്പോൾ 30,000 രൂപയ്ക്ക് ഞാൻ വിറ്റ വണ്ടി ഇപ്പോൾ എനിക്ക് തിരിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ ഒന്നും കിട്ടിയെന്ന് വരില്ല. എന്നാലും കുഴപ്പമില്ല, ഞാനത് തിരിച്ചെടുത്തോളാം. നിങ്ങൾക്കുണ്ടാകുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാകുന്ന അവരുടെ പ്രോബ്ലംസിൻ്റെ 80%, 100% ഒരിക്കലും എനിക്ക് പരിഹരിക്കാൻ പറ്റില്ല. കാരണം പല പ്രോബ്ലംസ് 4-5 മാസമായിട്ട് വണ്ടി മേടിച്ചിട്ട് കംപ്ലയിൻറ്റ് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്, എന്നെ വിളിക്കാറുണ്ട്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാമെന്നില്ല. എൻ്റെ പരിധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങൾ കുറേ പേർക്കുണ്ടായ ബുദ്ധിമുട്ടൊക്കെ ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി വരുന്ന കുറേ പേരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് തന്നെയാണ്. അങ്ങനെ പറയത്തക്ക പ്രോബ്ലമൊന്നുമില്ല. ഒരു 100 വണ്ടി വിറ്റിട്ടുണ്ടെങ്കിൽ 1-2 അല്ലെങ്കിൽ 5 അലിഗേഷൻസൊക്കെ, ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരിക്കും. അല്ലാണ്ട് വേറെ 95 ഓക്കെയാണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ടൊക്കെ 35 വണ്ടി മാസം 40 വണ്ടി വിറ്റുകൊണ്ട് ഞാനിപ്പോൾ ഒരു 15 വണ്ടിയൊക്കെ ബിസിനസ് കുറഞ്ഞു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വരാതിരുന്നത്, യൂട്യൂബായിട്ട് വരാതിരുന്നത്. അപ്പോൾ കുറേ വണ്ടികളുടെ സ്റ്റോക്ക് ഞാൻ ഈ മാസം ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണുക, ഇഷ്ടപ്പെടുക, പറ്റുന്നവർക്കൊക്കെ മേടിച്ച് സഹായിക്കുക. ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ വീഡിയോ എന്നെ ആദ്യമായിട്ട് കാണുന്നതോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഷോറൂം വരുന്നത് കാക്കനാട് അടുത്താണ്, സിറ്റി ഓട്ടോസാണ്. 20 വർഷത്തിന് മേലെയായിട്ട് ഞാൻ ഈ ബിസിനസ്സിലുണ്ട്. ഞങ്ങളുടെ സ്വന്തം ഓൺ പ്രോപ്പർട്ടിയാണ്, ഓൺ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 50 വണ്ടികളോ 60 വണ്ടികളോ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് സ്റ്റോക്കുണ്ട്. പല വണ്ടികൾ ഞാൻ പറഞ്ഞ 30,000 രൂപ മുതൽ 30 ലക്ഷം. നമുക്ക് മിക്ക വണ്ടികളും ഫുൾ ലോൺ ചെയ്യാം. ലോൺ ചെയ്യണമെങ്കിൽ വേണ്ടത് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയാണ് വേണ്ടത്. ഇപ്പോൾ ലാൻഡ് ടാക്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ടില്ല എങ്കിൽ ഒരു ഗ്യാരണ്ടർ ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാം. അപ്പോൾ ഇതാണ് EMI സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ലക്ഷം രൂപയ്ക്ക് 5 കൊല്ലത്തേക്ക് 2,250 രൂപയും 3 കൊല്ലത്തേക്ക് 3,300 ആ റേഞ്ചിലാണ് ഞാൻ EMI സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കസ്റ്റമേഴ്സിനോടാണ് പറയണത്. അപ്പോൾ കുറച്ച് വണ്ടികൾ കാണിക്കുന്നതുകൊണ്ട് എന്നോട് സഹകരിച്ച
എൻ്റെ എല്ലാപ്പെട്ട കസ്റ്റമേഴ്സിനോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞാൽ തീരുവില്ല. കാരണം ഇത്രമാത്രം ഈ 2 കൊല്ലം കൊണ്ട് എൻ്റെ ബിസിനസ്സിലേക്ക് ഒരുപാട് വളർച്ചയുണ്ടായിട്ടുണ്ട്. നമ്മൾ വെറുതെ സത്യം മറിച്ചൊരു കാര്യമില്ല. എൻ്റെ 3-4 ബിസിനസ്സുകളിൽ ഈ പുതിയ ബിസിനസ്സുകളൊക്കെ ഈ അടുത്ത ദിവസം തന്നെ ലോഞ്ച് ആവുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ ആർക്കെങ്കിലും അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡൽഹിയിൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ എനിക്കൊരു ക്ലോത്തിങ്ങിൻ്റെ ഓഫീസുകളുണ്ട്. അവിടെ എനിക്കൊരു ബാംഗ്ലൂർ ഒരു യൂണിറ്റ് ഉണ്ട്, അതുപോലെ തിരുപ്പൂർ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ ബിസിനസ് നമുക്ക് ഡൽഹിയിലേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടി വളരെ കുറച്ച് കിട്ടും. നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ വളരെ ലാഭം കിട്ടുന്ന കുറച്ച് വണ്ടിയുടെ ബിസിനസ് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. എനിക്കത് നിർബന്ധമില്ല. ഞാനിതൊരു ആരുടെയും പൈസ മേടിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും പറഞ്ഞാൽ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എന്നെ വന്ന് ഡയറക്റ്റ് കാണുകയാണെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ചെയ്തതാണ്. ഇതുവരെ എന്നോട് സഹായിച്ച എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി. ഓക്കെ, ഇത് 2012 മോഡൽ i20 ഡീസലാണ്. ഡീസൽ വണ്ടിക്ക് ഭയങ്കര മാർക്കറ്റാണ്. ഇപ്പോൾ i20 ഡീസൽ കമ്പനി നിർത്തി. അതുകൊണ്ട് ഭയങ്കര അത്യാവശ്യം മൈലേജുള്ള ചെറിയ വണ്ടിയാണ്. കമ്പനിയൊക്കെ ഈ വണ്ടിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വണ്ടി ഡീസലിൽ നല്ല മൈലേജാണ്. കാരണം ഇപ്പോൾ i20 ഡീസൽ നിർത്തിയതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് വിപണിയിലും നല്ല മാർക്കറ്റുള്ള വണ്ടിയാണ്. ഇത് 2012 മോഡൽ വണ്ടിയാണ്. മാഗനിയാണ് മോഡലെങ്കിലും ഇതിന് അലോയ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. വേറെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, റീപ്ലേസ് ഇല്ല. 90,000 കിലോമീറ്റർ കൂടെയാണ് കമ്പനി സർവീസ് വണ്ടിയാണ്. ഇതിൻ്റെ വില വരുന്നത് 1,90,000 രൂപയാണ്. ഏകദേശം നമുക്കൊരു 1,70,000 ലോൺ കൊടുക്കാം. 2012 മോഡൽ i20 നല്ല വണ്ടി, നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. ഇതിൻ്റെ വില 1,90,000 1,70,000 ലോൺ കൊടുക്കാം. മാരുതിയുടെ ഇതുവരെ ഇറങ്ങിയ ഏറ്റവും ഡിമാൻഡുള്ള വണ്ടിയാണ് സ്വിഫ്റ്റ് ഡീസൽ. അന്ന് 2005 ഇറങ്ങിയ മുതൽ ഇപ്പോൾ 2024 വരെ ഒരേപോലെ ഡിമാൻഡുള്ള മാരുതിയുടെ ഏറ്റവും ജനപ്രീതിയുള്ള വണ്ടിയാണ് മാരുതി സ്വിഫ്റ്റ്. മാരുതി കാണിച്ച മണ്ടത്തരം അല്ലെങ്കിൽ വേറൊരു മാരുതിക്ക് പറ്റാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയെ നിർത്തി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് സ്വിഫ്റ്റ് മേടിക്കുന്നത് ബാങ്ക് വിട്ട പോലെയാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ 2012 നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും. 2012 സ്വിഫ്റ്റ് ഞാൻ 3 രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ വില ഒരു 3.5 ഉണ്ട്. അപ്പോൾ 2 കൊല്ലം മുമ്പ് 3 രൂപയ്ക്ക് സ്വിഫ്റ്റ് മേടിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ വില ഒരു 3.5 ഇത് അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റാണ്. 2014 മോഡൽ, സിംഗിൾ ഓണറാണ്. നല്ല പെർഫെക്റ്റ് വണ്ടിയാണ്. 5 ടയറും പുതിയത്, അതുപോലെ കമ്പനി സർവീസുള്ള 1,00,000 കിലോമീറ്റർ ഓടിയ 2014 മോഡൽ സ്വിഫ്റ്റ് VDI. നമ്മുടെ വില 3,85,000 രൂപയാണ്. ഒരു 3,50,000 രൂപ എന്തായാലും ലോൺ കൊടുക്കാവുന്ന വണ്ടിയാണ്. ഈ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത കൊല്ലം വിറ്റാലും നെക്സ്റ്റ് 2 ഇയർ കഴിഞ്ഞ് വിറ്റാലും എന്തായാലും ഒരു 3.5 ലക്ഷം രൂപ ഈ വണ്ടിക്ക് കിട്ടും. അതാണ് ഈ സ്വിഫ്റ്റിൻ്റെ ഗുണം. അപ്പോൾ 2014 മോഡൽ സ്വിഫ്റ്റ് VDI ആണ്. 3,50,000 ലോൺ കിട്ടും. 3,85,000 രൂപയാണ് വില. വിത്ത് വാറണ്ടിയാണ്. 1 മന്ത് നമ്മുടെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി 1 മന്ത് ഉണ്ട്. 1 മന്ത് കഴിഞ്ഞാലും നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ നിന്ന് കാറ് മേടിച്ചാൽ തിരിച്ച് നമ്മൾക്ക് തരാമെന്നുള്ള ഓഫറുണ്ട്. ബൈബാക്ക് ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, എവരിത്തിങ് ഓക്കെ. അപ്പോൾ 2014 മോഡൽ സ്വിഫ്റ്റ് VDI സിംഗിൾ ഓണർ 1 lakh കിലോമീറ്റർ ഓടിയ പെർഫെക്റ്റ് വണ്ടിയുടെ വില 3,85,000 രൂപ. 3,50,000 ലോൺ കൊടുക്കാം. ഓക്കെ, ഇത് 2017 മോഡൽ ഹുണ്ടായുടെ i10 സിംഗിൾ ഓണർ ഡോക്ടർ ഓണർ 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2017 വണ്ടിയാണ്. സിംഗിൾ ഓണർ സ്പോർട്സ് വേരിയൻ്റ് ആണ്. ഇതിന് ഭയങ്കര ഓഫറാണ്. ഇതിൻ്റെ വില 3 ലക്ഷം രൂപയുള്ളൂ. 3 ലക്ഷം രൂപ കുറവാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പോൾ ഡോറ് എന്തോ മാറിയിട്ടുണ്ട്, അത്രേ കുഴപ്പമില്ല. വേറെ ഫ്ലഡോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 2017 മോഡൽ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ്. ഡോക്ടറാണ്. സിംഗിൾ 45,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ വില വരുന്നത് വെറും 3 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് 3 ലക്ഷം രൂപയും ലോൺ തരാം. ഒറ്റ പൈസ ഇല്ലാണ്ട് നിങ്ങൾക്ക് മാസം ഒരു 2,250 രൂപ 1 ലക്ഷം രൂപ വെച്ച് EMI വരുന്ന വണ്ടിക്ക് ഒരു 7,000 രൂപ താഴെ ഉണ്ടെങ്കിൽ ഈ മാസം വണ്ടി അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി മേടിക്കാം. നിങ്ങൾക്ക് ഈ വണ്ടിക്ക് ഞാൻ ഒരു എക്സ്ട്രാ വണ്ടി വേണമെങ്കിൽ ആൾക്കാർക്ക് മേടിക്കാൻ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് മാസം ഒരു റെൻറ്റ് കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെ പല ആൾക്കാർക്കും ഈ വണ്ടി വളരെ ഉപകാരപ്രദമാണ്. കാരണം ഒരു മാസം ഈ വണ്ടിക്ക് വാടക കൊടുത്ത് എങ്ങനെ പോലും 10,000-16,000 രൂപ കിട്ടും. അപ്പോൾ CC അടച്ചു കഴിഞ്ഞാലും ബാക്കി ഒരു വരുമാനം കിട്ടും. അതല്ല ഒരു കുടുംബത്തിലേക്ക് വേണമെന്നുള്ള വണ്ടിയാണെങ്കിലും എന്തായാലും വിത്ത് വാറണ്ടിയോടുകൂടി 2017 മോഡൽ i10 സ്പോർട്സ് വെറും 45,000 കിലോമീറ്റർ വണ്ടി ഫുൾ ലോൺ. ഒറ്റ പൈസ നിങ്ങൾ തരുന്നുണ്ട് വേണമെങ്കിൽ ഒരു 3.5 ലക്ഷം രൂപ ലോണാണ്. 27,000 അങ്ങോട്ട് എക്സ്ട്രാ തരാം. അങ്ങനെ ഒരു വണ്ടിയാണിത്. 2017 മോഡലാണ്, i10 ആണ്, സ്പോർട്സാണ്. 3,25,000 രൂപ വിത്ത് വാറണ്ടിയോടുകൂടി നിങ്ങൾക്ക് ഈ വണ്ടി 3 ലക്ഷം രൂപയ്ക്ക് തരുന്നതാണ് ഫുൾ ലോണോടുകൂടി. ഓക്കെ, താങ്ക് യു. ഇത് 2013 മോഡൽ റിറ്റ്സ് VXI സിംഗിൾ ഓണർ പെട്രോളാണ്. 2013 റിറ്റ്സ്
VXi സിംഗിൾ ഓണർ വണ്ടി, നല്ല വണ്ടിയാണ്. 2013 റിറ്റ്സ് VXi സിംഗിൾ ഓണർ, മാരുതിയുടെ റിറ്റ്സ് 2013 സിംഗിൾ ഓണർ, നല്ല വണ്ടി. ഇതിൻ്റെ വില വരുന്നത് 2,55,000 രൂപയ്ക്ക് 2013 മോഡൽ സിംഗിൾ ഓണർ. 2013 പറയും പുതിയ ഷേപ്പ് തന്നെ, 12 മോഡലല്ല 13, പുതിയ ഷേപ്പ് റിറ്റ്സ് VXi. പെട്രോൾ വണ്ടി ഒരു കംപ്ലയിൻറ്റും വരില്ല. നിങ്ങൾ വർക്ക്ഷോപ്പിൽ കയറണ്ട, അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട. 2013 മോഡൽ വേറെ ഒരു കുഴപ്പമില്ലാത്ത ചെറിയൊരു സ്ക്രാച്ച് ഇവിടെയൊക്കെ ഉണ്ട്. ഒരു 5,000 വർക്കുള്ളൂ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്തു തരാം. 2013 റിറ്റ്സ് VXi 2,50,000 രൂപയാണ് എൻ്റെ വില. 2,25,000 രൂപയോളം ലോൺ കിട്ടും. 2013 മോഡൽ റിറ്റ്സ് VXi പെട്രോള് 1 lakh കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ വില 2,55,000 രൂപ. 2,25,000 ലോൺ കിട്ടും വിത്ത് വാറണ്ടി. ഓക്കെ, ഒരു ഹോട്ട് കേസാണ് ഇത്. 2017 മോഡൽ ക്രേറ്റ പെട്രോള് ഫുൾ ഓപ്ഷൻ, ക്രേറ്റ പെട്രോള് ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ വില 6,50,000 രൂപ. 2017 ക്രേറ്റ 6,50,000 രൂപയ്ക്ക് പെട്രോളാണ്. പക്ഷേ പെട്രോളാണ് എന്ന് വിചാരിച്ച് ഈ വണ്ടിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ വണ്ടിക്ക് CNG ഇതുണ്ട്. കാരണം ക്രേറ്റ പെട്രോളിന് മൈലേജില്ല. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടിക്ക് CNG ചെയ്ത്. CNGയിൽ ഈ വണ്ടിക്ക് ഓടിക്കാൻ നമുക്കൊരു 3.5 രൂപയ്ക്ക് 1 കിലോമീറ്റർ, അതായത് ഒരു 800 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ചാൽ 270 കിലോമീറ്ററോളം ഈ വണ്ടി. ഞാനിപ്പോൾ ഈ വണ്ടി ഞാനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എൻ്റെ ഡ്രസ്സൊക്കെ തിരുപ്പുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. എൻ്റെ കോട്ട്, ഷൂവ്, ഈ വണ്ടിയാണ് ഇപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നത്. കാരണം ഇത്ര മൈലേജാണ്. ഞാൻ ഡീസലിനേക്കാളും കൂടുതൽ മൈലേജ് ഉണ്ട്. ഒരു 3.5 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഇപ്പോൾ ഞാൻ CNG 2017 മോഡൽ ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. സെക്കൻഡ് ഓണറാണ്. ഏകദേശം 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പുതിയ വണ്ടി മേടിച്ചാണ് കസ്റ്റമർ. ആൾ UK പോയതുകൊണ്ട് മാത്രം ഇപ്പോൾ 4 മാസം മുമ്പാണ് ഇതിൻ്റെ CNG ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, CNG ആണ് ഈ കാണുന്നത്. ഇതിന് നല്ല സെറ്റപ്പായിട്ട് കാണില്ല, CNG ആണ്. നല്ല വണ്ടി. വേറെ ഒരു റീപ്ലേസ്മെൻറ്റ് വീഡിയോ വിത്ത് വാറൻറ്റിയോടുകൂടി 2017 മോഡൽ. ഇത് പെട്രോള് ക്രേറ്റ 1.6 ആട്ടോ, 1.6 എഞ്ചിൻ, നല്ല പവർഫുൾ എഞ്ചിനാണ്. CNG ചെയ്തിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. CNG ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഏറ്റവും ഈ 350-നൊക്കെ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും കാർ ഓടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കോസ്റ്റ് കുറഞ്ഞിട്ട് CNG ചെയ്തതിന് 80,000 രൂപ ചിലവായിട്ടുണ്ട്. വിത്ത് 2 year വാറണ്ടി ഉണ്ട്. അപ്പോൾ 2017 മോഡൽ ക്രേറ്റ ഇടി റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല, ഒരു ആക്സിഡൻറ്റും ഇല്ല, നല്ല ഫ്ലഡില്ല, ഒന്നുമില്ല. ഞാനീ പറഞ്ഞ വണ്ടികൾക്കൊന്നും ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഇല്ല കേട്ടോ, ഇത് പ്രത്യേകം പറയുന്നതാണ്. 2017 മോഡൽ ക്രേറ്റ ഫുൾ ഓപ്ഷൻ പെട്രോള് CNG വണ്ടി. വീണ്ടും സാധാരണക്കാരൻ്റെ ഒരു വണ്ടിയാണ്. ഞാൻ ഇന്നും സാധാരണക്കാരൻ്റെ കൂടെയാണ്, കാരണം ഞാനൊരു സാധാരണക്കാരാണ്, ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല. 2005 മോഡൽ സാൻഡ്രോ ഫുൾ ഓപ്ഷൻ, 4 പവർ വിൻഡോ, 4 പുത്തൻ ടയർ, സിംഗിൾ ഓണർ വണ്ടി. വെറും 65,000 രൂപയ്ക്ക് 2005 മോഡൽ സാൻഡ്രോ ഫുൾ ഓപ്ഷൻ. ഒരു 2-3 കൊല്ലത്തെ പേപ്പർ ബാലൻസ് ഉണ്ട്, 4 പുതിയ ടയറുണ്ട്. XO ആണ്, AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, ബാക്ക് വൈപ്പർ. ഇല്ലാത്ത എന്തൊക്കെയാണെന്ന് എനിക്കറിയാം, എല്ലാം ഉള്ള വണ്ടി. 2014 മോഡൽ സാൻഡ്രോ ഫുൾ ഓപ്ഷൻ വണ്ടി നിങ്ങൾക്ക് വെറും 65,000 രൂപയ്ക്ക് തരാം വിത്ത് 1 month വാറൻറ്റി കൂടി. നിങ്ങളിതിന് ലോൺ ചോദിക്കരുത്, ലോൺ കിട്ടില്ല. ചില ആൾക്കാർ ലോൺ ചോദിക്കും. പക്ഷേ ഈ മഴക്കാലത്ത് മഴ നനയാണ്ട് നടക്കാൻ പറ്റിയ, അല്ലെങ്കിൽ വെയിൽ അല്ലാണ്ട് AC ഒക്കെ ഇട്ട് പോകാൻ പറ്റിയ ചെറിയൊരു കാറാണ്. 2005 മോഡൽ സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് സിംഗിൾ ഓണറാണ്. ഇങ്ങനെ സിംഗിൾ ഓണർ സാധനം കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ വെറും 65,000 രൂപയ്ക്ക് 2005 മോഡൽ സാൻഡ്രോ സിംഗിൾ ഓണർ വണ്ടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. 1 month വാറണ്ടി നമ്മൾ തരാം, പക്ഷേ ലോൺ ചോദിക്കരുത്, സോറി. ഓക്കെ, ഇതൊരു പഴയ രാജാവാണ്. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് ഏറ്റവും ഡിമാൻഡായത് വണ്ടിയായിരുന്നു. ഇപ്പോൾ ഇത്തിരി ക്ഷീണിച്ചു പോയി. കാരണം ഇത്ര നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾക്ക് ഈ വില കുറച്ച് വിൽക്കാൻ ഇന്ത്യയിൽ പറ്റാത്തതുകൊണ്ടാണ് ഫോർഡ് ഇന്ത്യയിൽ നിർത്തിപ്പോയത്. പക്ഷേ വണ്ടിയുടെ കുഴപ്പമുണ്ടല്ല, വണ്ടിക്ക് വില താങ്ങാനുള്ളൊരു അവർക്ക് നഷ്ടത്തിൽ വിട്ടുകൊടുക്കുന്നത്. കാരണം അവർക്ക് ഒരു 5 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കിയിട്ട് അവർ കൊണ്ടുപോയി 4 ലക്ഷം രൂപയ്ക്ക് വിൽക്കും. ഓട്ടോ എത്ര നാൾ നഷ്ടത്തിൽ വിൽക്കാൻ പറ്റും? അത്ര ബിൽഡിംഗ് ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ഇത്. 2008 മോഡൽ പെട്രോളാണ്. 2008 മോഡൽ പെട്രോൾ, പുതിയ പേപ്പറാണ്. ഇവിടെ തന്നെ പുതിയ വണ്ടി മേടിച്ചാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിൻ്റെ വില വെറും 80,000 രൂപയുള്ളൂ. പഴയ പുലിയാണ്, ഇപ്പോഴും പുലിയാണ്, പക്ഷേ വിലയില്ല. പെട്രോളാണ്. വലിയ കുഴപ്പമില്ലാത്ത വല്ലപ്പോഴൊക്കെ ഓടിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഡെയിലി ഓടിക്കാൻ ഇതിന് മൈലേജ് എത്ര വലിയ ഒരു 10 കിട്ടുമായിരിക്കുള്ളൂ. പക്ഷേ വണ്ടിയുണ്ട്, ഒരു നല്ല പ്രൗഢിയുള്ള, നല്ല യാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല രാജാവിനെ പോലെ യാത്ര ചെയ്യാം. മൈലേജ് കുറവാണ്, പ്രത്യേകം പറയുന്നില്ല. 2008 മോഡൽ സിംഗിൾ ഓണറാണ്.
ഫുൾ ഓപ്ഷനാണ്. 80,000 രൂപയ്ക്ക് ഇതിൽ കൂടുതൽ കിട്ടണമെന്നൊക്കെ ആരും ആഗ്രഹിക്കാൻ പാടില്ല. 2008 ഡിക്കിയുള്ള 2008 മോഡല് ഫുൾ ഓപ്ഷൻ പെട്രോള്. പെട്രോളാകുമ്പോൾ കംപ്ലയിൻറ്റ് വരില്ല, അതാണ് പെട്രോളിന് അഡ്വാൻറ്റേജ്. ഡീസലാകുമ്പോൾ നമ്മൾ ഇഞ്ചക്ടർ മാറ്റി ഇപ്പോൾ കുറേ പൈസ മുടക്കുന്നു. പെട്രോളാകുമ്പോൾ പ്രശ്നമില്ല, ഇഞ്ചക്ടർ ഇല്ല, ടൈം ബെൽറ്റ് ഇല്ല, അങ്ങനത്തെ പ്രോബ്ലങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മെയിൻ്റനൻസ് ഇല്ല, പക്ഷേ മൈലേജ് കുറവായിരിക്കും. 2008 മോഡല് വണ്ടിയുടെ വില വെറും 80,000. വീണ്ടും സാധാരണക്കാരൻ്റെ കൂടെയുള്ള ഞാൻ സാധാരണക്കാർ പറ്റിയൊരു ഡീസൽ വണ്ടിയായിട്ടാണ് തന്നെ. കാരണം എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ വടിയേരിയിലിട്ട് വണ്ടി സാധനം വയ്ക്കാം, കുറേ ലഗേജ് കൊണ്ടുപോകാം, ലോങ് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സാധനം കൊണ്ടുപോകും, ഒരു സിമൻറ്റോ കമ്പിയ മിറ്റല ഇഷ്ടിക ഡ്രസ്സോ ഇനിയിപ്പോൾ ബിരിയാണി കച്ചവടം എന്ത് കച്ചവടം ചെയ്യാനല്ല, ഇനി വണ്ടി ടാക്സി കൊടുക്കാൻ എന്തായാലും 2011 മോഡൽ ഫുൾ ഓപ്ഷനാണ്. സിംഗിൾ ഓണറാണ്. ലോഗൺ പഴയ പുലിയാണ്, ഇപ്പോഴും പുലിയാണ്. എഞ്ചിനൊക്കെ പെർഫെക്റ്റ് എഞ്ചിനാണ്. 2010 നമ്മൾ 2 ഹോട്ടൽ നിർത്തിയപ്പോൾ നമ്മൾ മട്ടാഞ്ചേരി ഹോട്ടൽ നിർത്തിയപ്പോൾ നമുക്ക് തന്ന വണ്ടിയാണ്. 2 വണ്ടിയുണ്ട്. ഇത് ഒരു വിസ്റ്റയുണ്ട്, ഒരു ലോഗണുണ്ട്. സിംഗിൾ ഓണറാണ്. 2011 മോഡൽ 1,00,000 കിലോമീറ്റർ ഓടിയേക്കണ സിംഗിൾ ഓണർ ലോഗൺ. ഇതിൻ്റെ വില വന്നിട്ട് വെറും 1,00,000 രൂപ. 1,00,000 രൂപയ്ക്ക് ഫുൾ ഓപ്ഷൻ ലോഗൺ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വിത്ത് വാറണ്ടി കൂടി തരാം, ഒരു കുഴപ്പമില്ല. സിംഗിൾ ഓണറാണ്, 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടിയാണ്. നിങ്ങൾക്ക് കാണാൻ വേറെ റീപ്ലേസ്മെൻറ്റ് ഇടിയൊന്നുമില്ല. വണ്ടി കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള 2011 മോഡൽ. സാധാരണക്കാരന് കച്ചവടം ചെയ്യാം, അല്ലെങ്കിൽ ടാക്സി ഓടിക്കാം, ടൂറ് പോകാം, ഡിക്കിയ എന്ത് ബിസിനസ്. ഇതൊരു ബിസിനസ് പർപ്പസ് വണ്ടിയാണ്. ഡിക്കിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ടാക്സി ആയിട്ട് ഓടിക്കാം. നമ്മുടെ റിഫൈനറിലൊക്കെ ഓട്ടം വേണമെങ്കിൽ ഈ വണ്ടിയൊക്കെ ഓടാൻ പോകുന്നുള്ള കുഴപ്പമില്ല. 10 മുതൽ മേളിലേക്ക് യൂബർ അറ്റാച്ച് ചെയ്യാം. യൂബർ അറ്റാച്ച് ചെയ്യാം. വെറും 1 രൂപയ്ക്ക് എന്തായാലും ഈ വണ്ടി ലാഭമാണ്. ടാക്സിയൊക്കെ ഓടിക്കാനാണെങ്കിൽ 1 മാസം കൊണ്ട് ഇതിൻ്റെ പൈസ പോകുന്നു. അത്രയും ലാഭമാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 2011 മോഡൽ മഹേന്ദ്ര ലോഗൺ ഞങ്ങൾക്ക് 1,00,000 രൂപയ്ക്ക് തരാം. ലോൺ വേണമെങ്കിൽ നമുക്കൊരു 10-75 രൂപയ്ക്ക് അറേഞ്ച് തരാം കേട്ടോ വണ്ടിക്ക്. ഓക്കെ. വീണ്ടും മാരുതിയുടെ ഏറ്റവും ഡിമാൻഡുള്ള വാഗണാറായിട്ടാണ് വന്നേക്കുന്നത്. മാരുതി K സീരീസ് എഞ്ചിൻ സ്റ്റാർട്ടിങ് 2011 ലാസ്റ്റാണ്. സിംഗിൾ ഓണറാണ്. ഭയങ്കര ഡിമാൻഡാണ് മാർക്കറ്റ്. കാരണം ഈ വണ്ടി വിറ്റാലും അടുത്ത കൊല്ലം കിട്ടാലും വിലയൊന്നും കുറയാൻ പോകുന്നില്ല. അതാണ് ഇത്. സിംഗിൾ ഓണർ വണ്ടിയാണ്, ഡോക്ടർ ഓണറാണ്. സിംഗിൾ ഓണർ 2011 മോഡൽ വണ്ടി. ടയർ ഇത്തിരി മോശമായിട്ടുണ്ട്, റീപ്ലേസ്മെൻറ്റ് ഇല്ല, ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ അവിടെയുണ്ട്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിന് ഗ്യാസ് ടാങ്ക് ഉണ്ട്, LPG ഉണ്ട് എന്നുള്ളതാണ്. സംബന്ധിച്ച് LPG ഭയങ്കര അഡ്വാൻറ്റേജാണ്. കാരണം ഇപ്പോഴത്തെ പെട്രോളിന് വെച്ച് പെട്രോൾ അടിക്കാൻ ലോകത്ത് മുതലാവില്ല. അപ്പോൾ ഇതിൻ്റെ വില, ഇതിപ്പോൾ പെട്രോളിന് ഇപ്പോഴത്തെ ലിറ്ററിന് 32 രൂപ വരെയുള്ളൂ. നമുക്ക് എവിടെ വേണം ചെക്ക് ചെയ്യാം. 32 രൂപയ്ക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്യൂവൽ കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കും. അത്രയും നല്ല ഒരു 2000. ഇത് മാരുതിയുടെ കമ്പനി ഫിറ്റിംഗ് ആയതുകൊണ്ട് LPGയിൽ ഒരു കംപ്ലയിൻറ്റ്. LPG ഫുള്ളാണ്. അവർ LPGയിലാണ് ഓടിച്ചുകൊണ്ട് വരുന്നത്. ഞാനിപ്പോൾ ഈ കുറച്ച് ദിവസം മുന്നത്തെ LPG ഓടിച്ചു, ഒരു കുഴപ്പമില്ല. 2011 മോഡൽ വാങ്ങാണ്, റീപ്ലേസ്മെൻറ്റ് ഇല്ല. നല്ല വണ്ടിയാണ്. ഇതിന് ഒരു 1,50,000 ലോൺ കിട്ടുന്നുണ്ട്. LPG ആണ്. വേറെ അപാകതകളൊന്നും തന്നെ ഇല്ല, ഒന്നും മാറിയിട്ടില്ല. 2011 മോഡൽ വണ്ടി വാഗണാർ LPG കയറിയിട്ടുണ്ട്. ഇനി LPG വേണേൽ അയച്ചു കളയാം. ചിലർക്ക് വേണേൽ LPG ഭയങ്കര പേടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. LPG വേണേൽ അയച്ചു കളഞ്ഞോ, എന്നാലും കുഴപ്പമില്ല. 2011 മോഡൽ വാഗണാർ K സീരീസ് തന്നെ എഞ്ചിൻ നല്ല 20 കിലോമീറ്റർ മൈലേജ്. അതാണ് വാഗണാറിൻ്റെ ഗുണം. ഇത് K സീരീസ് എഞ്ചിനാണ്. 2011 മോഡൽ സിംഗിൾ ഓണറാണ്. 87,000 കിലോമീറ്ററാണ് ഓടിയേക്കണത്. വേറെ റീപ്ലേസ്മെൻറ്റ് ഇല്ല. വിത്ത് വാറണ്ടി കൂടി ഈ വണ്ടി നിങ്ങൾക്ക് 1,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി തരാം. 1,50,000 60,000 ലോൺ തരാം. വെറും 20,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാം. അപ്പോൾ ഇതാണ് 2011 മോഡൽ വാഗണാർ K സീരീസ് CNG സിംഗിൾ ഓണർ നോ റീപ്ലേസ്മെൻറ്റ് വണ്ടി വിത്ത് LPG ഉണ്ട്. LPG വേണേൽ അയച്ചു കളയാം. LPG വില 30 രൂപയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വില വെറും 1,80,000 രൂപ. ഓക്കെ. വീണ്ടും മറ്റൊരു പ്രീമിയം വണ്ടിയാണ്. യുവാക്കളുടെ ഹരമായ ഒരു പോളോയാണ്. കാരണം പോളോ എന്ന് പറഞ്ഞാൽ വണ്ടിയാണ്. അത് പോളോ ഓടിക്കുന്നവർക്കറിയാം. പോളോ പോളോ നിർത്തിപ്പോയത് മാത്രമാണ് നമുക്കൊരു ഭയങ്കര വിഷമമായുള്ള കാര്യം. Volkswagen ഡീസൽ വണ്ടി നിർത്തി, അതുപോലെ പോളോയും നിർത്തി. ഏറ്റവും അവരാകെ ഒരു Volkswagen പേരുള്ളത് ആകെ ഒരു വണ്ടി പോളോ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ 2013 മോഡൽ 1,20 ഓടിയ Volkswagen പോളോയാണ്. കംഫർട്ട് ലൈൻ സെക്കൻഡ് വേരിയൻ്റാണ്. ഇതിൻ്റെ വില വരുന്നത് 2,50,000 രൂപയാണ്. ഓൾമോസ്റ്റ് 2,20,000 ലോൺ കൊടുക്കാം. 2,50,000 ലോൺ കൊടുക്കാം. ഒറ്റ പൈസ വേണ്ട. 2013 മോഡൽ പോളോ കംഫർട്ട് ലൈൻ ഡീസലിൻ്റെ വില 2,50,000 രൂപയാണ്. നോ റീപ്ലേസ്മെൻറ്റാണ്. ഒരു 16,000 രൂപയുടെ വർക്കുണ്ട്. ചെറിയ സ്ക്രാച്ച് അവിടെ കാണുന്നുണ്ട്. വേറെ വണ്ടിക്ക് മേജർ ഐഡിയോ വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും തന്നെ ഇല്ല. 2013 മോഡൽ പോളോ ഡീസൽ കംഫർട്ട് ലൈൻ സിംഗിൾ ഓണർ വണ്ടിയുടെ വില 2,50,000 രൂപയാണ്. 2,25,000 രൂപ ലോൺ കൊടുക്കാം. വണ്ടിക്ക് വേറെ കുഴപ്പമില്ല. ഇന്ത്യയിൽ കാണാം.
2013 മോഡൽ പോളോ ഡീസൽ കംഫർട്ട് ലൈൻ വെഹിക്കിൾ. ആസ്കിംഗ് പ്രൈസ് ലാസ്റ്റ് പ്രൈസ് തന്നെയാണ് 2,50,000 രൂപ. ഓക്കെ, അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എപ്പോഴും ആൾക്കാർ ചോദിക്കണം ഓട്ടോമാറ്റിക് സെലാരി ഉണ്ടോ എന്ന് ചോദിച്ചു എല്ലാ ദിവസവും ഒരാളെങ്കിലും ചോദിക്കും സെലാരി ഓട്ടോമാറ്റിക്. ഇത് വേറെ 2015 മോഡൽ 60,000 രൂപയുടെ സെക്കൻഡ് ഓണർ സെലാരിയോ നോ റീപ്ലേസ്മെൻറ്റ് വണ്ടിയാണ്. സെലാരിയോ ഇതുപോലെ തന്നെ കംപ്ലൈൻ്റ് ഇല്ലാത്ത മാരുതിയുടെ അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു വണ്ടിയാണ്. 2015 മോഡൽ സെലാരിയ ഓട്ടോമാറ്റിക് പെട്രോള് നോ റീപ്ലേസ്മെൻറ്റ് വണ്ടിയാണ്. 2015 മോഡൽ സെലാരിയോ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണറാണ്. 2015 മോഡൽ സെലാരിയോ നോ റീപ്ലേസ്മെൻറ്റ് വിത്ത് വാറണ്ടി കൂടി. ഇതിൻ്റെ വില വരുന്നത് 3,65,000 രൂപയ്ക്ക്. 2015 മോഡൽ ലാസ്റ്റ് സെലാരിയോ നമുക്ക് 3,65,000 രൂപയ്ക്ക് കൊടുക്കാം. 3,25,000 ലോൺ കൊടുക്കാം. 2015 മോഡൽ സെലാരിയോ നോ കംപ്ലൈൻറ്റ് വണ്ടിയാണ്. വിത്ത് ഒരു 5-6 മാസം വാറണ്ടി കൊടുക്കാം. കസ്റ്റമർക്ക് നല്ല വാറണ്ടി കൂടി 2015 മോഡൽ വണ്ടി നിങ്ങൾക്ക് ഞാൻ 3,65,000 രൂപയ്ക്ക് തരുന്നതായിരിക്കും. നല്ല വണ്ടിയാണ്, റീപ്ലേസ്മെൻ്റ് ഇല്ല, വിത്ത് വാറണ്ടി കൂടി 60,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, വീണ്ടും മാരുതിയുടെ സ്വിഫ്റ്റ്, മറ്റൊരു പുതിയ മോഡൽ സ്വിഫ്റ്റാണ്. മാരുതി സ്വിഫ്റ്റ് 2019 മോഡലാണ്. ഇത് LXI ഓപ്ഷൻ കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്. 2019 മോഡൽ സ്വിഫ്റ്റ് LXI സിംഗിൾ ഓണർ 70,000 കിലോമീറ്റർ നോ റീപ്ലേസ്മെൻറ്റ് വണ്ടിയാണ്. 2000 റെഡ് കളർ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ്. ലേഡീസൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമുള്ള വണ്ടിയാണ് സ്വിഫ്റ്റ്. അത് റെഡ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ പൊളിക്കും. 2019 മോഡൽ സ്വിഫ്റ്റ് LXI വണ്ടിയുടെ വില 4,65,000 രൂപ. 4,65,000 രൂപയും ലോൺ കൊടുക്കാം. ഒന്നും വേണ്ടാണ്ട്. ഇപ്പോൾ സ്വിഫ്റ്റിനൊക്കെ ഭയങ്കര വില, ഏതാണ്ട് 8 ലക്ഷം രൂപയ്ക്കാണ് ഇതിൻ്റെ വില വന്നതാണ്. പുതിയ വണ്ടി വില വന്നാൽ 8 ലക്ഷം രൂപയാണ്. 2018 മോഡൽ, 19 ഡെലിവറി കേട്ടോ. 19 3-ാം മാസം സ്വിഫ്റ്റ് LXI ഓപ്ഷൻ, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ABS എയർ ബാഗുള്ള വണ്ടി, നോ റീപ്ലേസ്മെൻറ്റ്, റെഡ് കളർ വണ്ട്. 4,65,000 രൂപയും ലോൺ കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് ഫുൾ ലോൺ അടച്ച് തരാവുന്ന നല്ലൊരു വണ്ടിയാണ് 2019 മോഡൽ സ്വിഫ്റ്റ്. കാരണം ഈ വണ്ടിയൊന്നും അടുത്ത കൊല്ലം വിറ്റാലും ഈ വില തന്നെ കിട്ടും. എപ്പോൾ വിറ്റാലും വില കിട്ടുന്നൊരു വണ്ടിയാണ് സ്വിഫ്റ്റ്. കംപ്ലൈൻ്റ് ഇല്ലാത്ത വണ്ടിയാണ് സ്വിഫ്റ്റ്. കംപ്ലൈൻ്റ് ഇല്ല, വാറണ്ടിയാണ്, എല്ലാം കിട്ടും. അതാണ് 2019 മോഡൽ സ്വിഫ്റ്റ്. ഇതിൻ്റെ വില വരുന്നത് 4,60,000 രൂപ. സാധാരണക്കാരൻ്റെ മറ്റൊരു വണ്ടിയാണ്. 2011 മോഡൽ ഫുൾ ഓപ്ഷൻ സ്പാർക്കാണ്. സാധാരണക്കാരന് ഒറ്റ വണ്ടിയാണ്. മഴ നനയാണ്ട് പോകാം, അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകാം. ചെറിയ ഫാമിലിക്ക് ബൈക്ക് ഓടിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് വെറുതെ ഈ മഴയത്ത് വെയിലത്ത് ഇറക്കാണ്ട് ഇപ്പോൾ ഇതിൽ 2 പിള്ളേരുള്ള ഫാമിലിക്ക് പറ്റും. വലിയ കുഴപ്പമില്ലാത്ത സ്പാർക്കാണ്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ വില കുറവാണ്, പക്ഷേ ഫുൾ ഓപ്ഷനാണ്. മോഡലുണ്ട്. 2011 മോഡൽ സ്പാർക്ക് ഫുൾ ഓപ്ഷൻ പെട്രോൾ വിത്ത് വാറണ്ടി കൂടി നമുക്ക് വെറും 60,000 രൂപയ്ക്ക് 2011 മോഡൽ സ്പാർക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി കൊടുക്കാം. നമുക്ക് ഈ വണ്ടിയും വിത്ത് വാറണ്ടി കൂടി ഞാനിപ്പോഴും പറയുന്നു, ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് ഈ വണ്ടി തിരിച്ച് തന്നേക്ക്. 2011 മോഡൽ സ്പാർക്ക് 60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വേണ്ട, 60 വേണ്ട, ഒരു 58 രൂപയ്ക്ക് 2011 മോഡൽ സ്പാർക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി വേഗം വന്നോളൂ, തരാം. മഴക്കാലമാണ്, വെറുതെ ഈ ചെറിയ ഫാമിലിയൊക്കെ പിള്ളേരൊക്കെ വെച്ചുകൊണ്ട് ഈ സ്കൂളൊക്കെ പോകണമെങ്കിൽ ഞാൻ എപ്പോഴും കാണുന്നതാണ്. ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട് ഈ ബൈക്കിൽ മഴ ഈ ആൾക്കാർക്ക് ഈ വഴിയിൽ നിൽക്കണം, അവരുടെ സമയം പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ എനിക്ക് പറ്റിയ വണ്ടിയാണ്. വലിയ സെറ്റപ്പ് ഉണ്ടെന്ന് ഞാൻ, പക്ഷേ ഈ വണ്ടി കംപ്ലൈൻ്റ് ഇല്ല. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്കുള്ള 2011 മോഡൽ സ്പാർക്ക് വെറും 58,000 രൂപയ്ക്ക് തന്നേക്കാം. വിത്ത് വാറണ്ടി വഴി തന്നേക്കാം. നിങ്ങൾ നോക്ക്. ഓക്കെ, വീണ്ടും മറ്റൊരു സാധാരണക്കാരൻ്റെ വണ്ടിയാണ്. 2008 മോഡൽ പുതിയ പേപ്പർ സാൻഡ്രോ ഫുൾ ഓപ്ഷൻ വണ്ടി. ഈ വണ്ടി ഞാൻ ഒരു 7 മാസം മുമ്പ് 1 ലക്ഷം രൂപയ്ക്ക് കൊടുത്ത വണ്ടിയാണ്. അപ്പോൾ അവർ വീണ്ടും അവർക്ക് കൊച്ചിന് സുഖമില്ല എന്ന് പറഞ്ഞ് വീണ്ടും തന്നാണ്. അപ്പോൾ ഞാൻ അവരോട് 1 ലക്ഷം രൂപയ്ക്ക് തന്നെയാണ് തിരിച്ചെടുത്തത്. ഒരു 7 മാസം മുമ്പ് എൻ്റെ 1 ലക്ഷം രൂപയ്ക്ക് മേടിച്ച വണ്ടി ഞാൻ അവരുടെ നിന്ന് തിരിച്ചെടുത്തു. അവരുടെ കൊച്ചിന് സുഖമില്ല, അവർ എന്തൊക്കെയോ മുടക്കും. ഞാൻ പറഞ്ഞു 1 ലക്ഷം രൂപ, ഈ വണ്ടി ഇപ്പോഴും 1 ലക്ഷം രൂപയ്ക്ക് സുഖമായിട്ട് എടുക്കാം, ആർക്കും എടുക്കാം. കാരണം നല്ല വണ്ടിയാണ്, പുതിയ പേപ്പറാണ്, 2008 മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, നല്ലതേ. നിങ്ങൾക്ക് ഇന്ത്യയിൽ കണ്ടാൽ അറിയാൻ പറ്റും. അവർക്ക് ഒരു ഗതിയില്ലാത്തതുകൊണ്ടാണ് കൊടുത്തത്. അവർ കൊച്ചിന് സുഖമില്ല ചേട്ടാ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തൊന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു ഈ വണ്ടിക്ക് ഇനിയിപ്പോൾ എന്ത് പറയാനാണ്, അവർ ഇനിയും കാറ് മേടിക്കുകയാണ്, ചേട്ടൻ തന്നെ മേടിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട്ടൊരു ബന്ധമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വണ്ടി വില കുറഞ്ഞാലും അവർക്ക് നമ്മൾ ഒരു കൊടുത്തിട്ടുണ്ട്. 2008 മോഡൽ സാൻഡ്രോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 1 ലക്ഷം രൂപയ്ക്ക്
നല്ലൊരു വണ്ടിയാണ്, പുതിയ പേപ്പറാണ്, അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇടിയൊന്നുമില്ല, ആക്സിഡൻ്റ് ഇല്ല, ഒന്നുമില്ല. ഇത് എപ്പോൾ വിറ്റാലും നിങ്ങൾക്ക് ഈ 1 ലക്ഷം രൂപ കിട്ടും. ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് കൊടുത്താലും നിങ്ങൾക്ക് ഈ 1 ലാഖ് തന്നെ കിട്ടും. കാരണം ഇത്ര ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ നല്ല 4 ടയർ പുതിയ വണ്ടിയാണ്. 2008 മോഡൽ സാൻഡ്രോ, പുതിയ പേപ്പർ, AC പവർ സ്റ്റിയറിങ്, പവർ വിൻഡോ ഉണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നല്ല ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വണ്ടി. നിങ്ങൾക്ക് ഒരു 1 ലാഖ് റുപ്പീസിന് നിങ്ങൾക്ക് വിത്ത് വാറൻ്റി കൂടിയാണ്. അവർ ആ പിള്ളേരെ കൊച്ചിന് പേര് കേട്ടോ, അനുരാഗ്, അക്ഷര, അത്രയും അവർ സൂക്ഷിച്ച് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. അവർ കൊടുത്തപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നതും കണ്ടു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എനിക്ക് ചെയ്യാവുന്ന അവരെൻ്റെ നിന്ന് മേടിച്ച 1 ലക്ഷം രൂപയ്ക്ക് ആ വണ്ടി തിരിച്ചെടുക്കുക എന്നല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല എന്നോട് പറഞ്ഞു. അപ്പോൾ അതുതന്നെ അവർ വലിയ ഭാഗ്യവരുണ്ട് പറഞ്ഞു. 2008 മോഡൽ, ഒരു 7 മാസം മുമ്പ് ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് കൊടുത്ത വണ്ടിയാണ്. ഇപ്പോഴും അതിൻ്റെ വില 1 ലക്ഷം രൂപയാണ്. അപ്പോൾ നല്ല വണ്ടിയാണ്, ആർക്കെങ്കിലും മേടിക്കാം. 2008 മോഡൽ സാൻഡ്രോ വിത്ത് വാറൻറ്റിയോടുകൂടി നിങ്ങൾക്ക് ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് തരാം. ഇതിനും ഏതാണ്ട് ഒരു 80,000 രൂപയ്ക്ക് ലോൺ തരാം കേട്ടോ. ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ തരാം. 2008 മോഡൽ സാധാരണക്കാരന് പറ്റിയ ഫുൾ ഓപ്ഷൻ സാൻഡ്രോ 1 ലക്ഷം രൂപ. ഓക്കെ. ഞാൻ നേരത്തെ നിങ്ങളോടൊരു ലോഗൻ്റെ കാര്യം പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു വിസ്റ്റയാണ്. 2011 മോഡൽ ലോഗുണ്ട്, 2011 വിസ്റ്റ ഉണ്ട്. ഇത് 2011 വിസ്റ്റ കോഡായിട്ടാണ്. സ്വിഫ്റ്റിനൊക്കെ വന്ന സെയിം എഞ്ചിനാണ്, ഫിയറ്റിൻ്റെ എഞ്ചിനാണ്. 2011 മോഡൽ വിസ്റ്റ കോഡ്ര ജെറ്റ് ബേസ് മോഡൽ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. 90,000 കിലോമീറ്റർ ഓടിയുള്ള കമ്പനി സർവീസാണ്. നല്ല വണ്ടിയാണ്. 2011 മോഡൽ സുഖമായിട്ട് ആർക്ക് സാധാരണക്കാരനോ ഏതാർക്കും പറ്റുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്, നല്ല മൈലേജാണ്. സ്വിഫ്റ്റിൻ്റെ സെയിം എഞ്ചിനാണ്. സ്വിഫ്റ്റ് 11 വണ്ടി മേടിക്ക് 2,500 രൂപ എപ്പോഴും കൊടുക്കണം. അപ്പോൾ ആ സെയിം ബിൽറ്റ് ഇൻ ക്വാളിറ്റി വണ്ടി 2011 മോഡൽ ടാറ്റയുടെ വിൻഡിക്ക വിസ്റ്റ കോഡ്ര ജെറ്റ് എഞ്ചിൻ. ഇതിൻ്റെ വില വരുന്നത് 90,000 രൂപയാണ്. റീപ്ലേസ്മെൻ്റ് ഇല്ല, ഇടിയില്ല, തട്ടില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. അതുകൊണ്ട് കറക്റ്റ് സർവീസാണ്, കിലോമീറ്റർ കറക്റ്റ് ജെന്യൂനാണ്. 2011 മോഡൽ വിസ്റ്റ കോഡ്ര ജെറ്റ് എഞ്ചിൻ. ഇതിൻ്റെ വില വരുന്നത് 90,000 രൂപയാണ്. ലോൺ കിട്ടുമെന്ന് എനിക്കറിയില്ല, ചോദിച്ചു നോക്കാം. ശ്രീരാം പോലെ കമ്പനികളിൽ ലോൺ തരുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ വില വരുന്നത് 2011 മോഡൽ വിസ്റ്റ കോഡ്ര ജെറ്റ് 90,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ. മറ്റൊരു i20 ഡീസലാണ്. i20 ഡീസൽ 13 ഷേപ്പ് വ്യത്യാസം വരും. അതാണ് 2013 മോഡൽ i20 ഡീസൽ. സ്പോർട്സ് വേരിയൻ്റാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2013 മോഡൽ i20 സ്പോർട്സ് ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്, നല്ല മാർക്കറ്റുള്ള വണ്ടിയാണ്, നല്ല മൈലുള്ള വണ്ടിയാണ്, കംപ്ലൈൻറ്റ് ഇല്ല. 2013 മോഡൽ സ്വിഫ്റ്റ് മേടിക്കണമെങ്കിൽ ഒരു 3.5 കിലോ അത് വേണ്ട. അതിനേക്കാൾ ഒരു കുറഞ്ഞ് വെറും 2,50,000 രൂപയ്ക്ക് 2013 മോഡൽ i20 ഡീസൽ 2,50,000 ഫുൾ ഓപ്ഷൻ, ഫുൾ ലോണോടുകൂടി നമുക്ക് തരാം. ഫുൾ ലോണുള്ള 2013 മോഡൽ i20 ഡീസൽ 2,50,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 2013 മോഡൽ i20 ഡീസൽ വെറും 2,50,000 രൂപ. ഓക്കെ. ഹോണ്ടയുടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള വണ്ടിയാണ് ഹോണ്ട സിറ്റി. ഇന്ന് മുതൽ ഒരുപോലെ മാർക്കറ്റുള്ള ഹോണ്ട സിറ്റി ആണ് ഹോണ്ടയുടെ ഏറ്റവും പ്രീമിയം വണ്ടി. ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു വണ്ടി തന്നെയാണ്. കാരണം പ്രീമിയം വണ്ടിയാണെങ്കിലും അതിന് മെയിൻ്റനൻസ് കോസ്റ്റ് ഇല്ല, അത് അത്യാവശ്യം മൈലേജും കിട്ടും, വിറ്റാലും കാശ് കിട്ടും, നല്ല പ്രീമിയം ലുക്കാണ്. അതാണ് ഹോണ്ട സിറ്റി. അന്ന് മുതൽ 2002-2001 മുതൽ ഇപ്പോഴും ഹോണ്ടയുടെ ഏറ്റവും കൂടുതൽ ഹോൾസെയിലായി കിടക്കുന്ന വണ്ടിയാണ് ഹോണ്ട സിറ്റി. സിറ്റിയുടെ ഓണർ എന്ന് പറഞ്ഞാൽ അതൊരു അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ആൾക്കാരായിരിക്കും. ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞാൽ അതുപോലെ പ്രീമിയം വണ്ടികളാണ്, അതുപോലെ നല്ല സ്റ്റാൻഡേർഡാണ് ഹോണ്ട സിറ്റിക്ക്. ഒരു ഹോണ്ട സിറ്റി ഓണർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ സ്റ്റാൻഡേർഡ് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം അങ്ങനത്തെ ആളുകളാണ് മിക്ക ഹോണ്ട സിറ്റി. അങ്ങനെ വഴിയിലൊന്നും ആൾക്കാരെ അലമ്പിളാക്കാതെ വലിയ റഫ് ഡ്രൈവ് ഇല്ലാതെ സൂക്ഷിച്ച് നല്ല സ്റ്റാൻഡേർഡായിട്ട് ഓടിക്കുന്ന ആളുകളാണ് ഹോണ്ട സിറ്റി മിക്കവാറും മേടിക്കുന്നത്. എന്നാൽ വണ്ടീനെ സ്നേഹിക്കുന്നത്, നല്ല വണ്ടിയല്ല പൊന്നു പോലെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ഹോണ്ട സിറ്റി ഇപ്പോഴും മേടിക്കുന്നത്. അത്യാവശ്യം മൈലേജുണ്ട് ഹോണ്ട സിറ്റി. ഇത് നമ്മളിലുള്ള 2011 മോഡൽ VX ആണ്. വേരിയൻ്റാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. 2011 മോഡൽ ഹോണ്ട സിറ്റിയുടെ വില, നമ്മുടെ വില വെറും 2,50,000 രൂപയ്ക്ക് ഏതാണ്ട് ഫുൾ ലോണോടുകൂടി 2011 മോഡൽ ഹോണ്ട സിറ്റി നമുക്ക് തരാം. 2011 മോഡൽ ഹോണ്ട സിറ്റി വിത്ത് വാറണ്ടി, ഫുൾ ലോൺ, സെക്കൻഡ് ഓണർ വണ്ടിയാണ്, നല്ല വണ്ടി. നമുക്ക് 2,50,000 രൂപയ്ക്ക് 2011 മോഡൽ ഹോണ്ട സിറ്റി നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ. ഹോണ്ടയുടെ മറ്റൊരു പ്രീമിയം വണ്ടിയായ ഹോണ്ട WRV ഫുൾ ഓപ്ഷൻ VX സൺറൂഫൊക്കെ ഉള്ള സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ ഓടിയ 2018 മോഡൽ WRV പ്രീമിയം വണ്ടിയാണത്. ഇതൊക്കെയാണ് വണ്ടി. 2018 മുതൽ വെറും 60,000 കിലോമീറ്റർ സൺറൂഫ് അതുള്ള VX, AC പവർ സ്റ്റിയറിംഗ്, പവറിൻ്റെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കമ്പനി സർവീസ്,
റീപ്ലേസ്മെൻറ്റ് ഇല്ല. 2018 മോഡൽ വെറും 60,000 രൂപ ഡീസൽ വണ്ടി കിട്ടാനില്ല. ഹോണ്ട നിർത്തിപ്പോയി, ഭയങ്കര ഡിമാൻഡാണ്. 2018 മോഡൽ ഹോണ്ടയുടെ WRVയുടെ വില വെറും 7,25,000 രൂപയാണ്. 7,25,000 രൂപയും ലോൺ കൊടുക്കുക. അത്യാവശ്യം നല്ല പ്രീമിയം വണ്ടിയാണ്. ഹോണ്ട ഡീസലിന് ഒരു കംപ്ലയിൻറ്റും വരില്ല. അതാണ് ഹോണ്ട വണ്ടിയുടെ ഗുണം. ഇത് 60,000 രൂപയുടെ വണ്ടിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഒരു കുഴപ്പമില്ലാത്ത, ഒരു റീപ്ലേസും ഇല്ലാത്ത, വിത്ത് വാറണ്ടിയോട് കൂടി 2018 മോഡൽ ഹോണ്ട WRV. നല്ല അടിപൊളി കളറാണോ, നല്ല സൂപ്പർ കളറ്, നല്ല അടിപൊളി കളറ് വണ്ടി. 2018 മോഡൽ WRV ഹോണ്ട, നല്ല അടിപൊളി പ്രീമിയം വണ്ടി, നല്ല സെറ്റപ്പ്, സൺറൂഫൊക്കെ ഉള്ള അടിപൊളി വണ്ടിയുടെ വില 7,25,000 രൂപ. 7,25,000 രൂപയും ലോൺ കൊടുക്കാവുന്നതാണ്. ഓക്കെ, വീണ്ടും സാധാരണക്കാരന് പറ്റിയ മറ്റൊരു വണ്ടിയാണ് 2007 മോഡൽ, 6 മോഡൽ ഓൾട്ടോയാണ്. പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല, വെറും 60,000 രൂപയ്ക്ക്, വലിയ കുഴപ്പമൊന്നുമില്ല. 2006 മോഡൽ, പേപ്പർ ഇനി 3 കൊല്ലം ഉണ്ട്, വലിയ കുഴപ്പമില്ല. 60 രൂപയ്ക്ക് ഇത് നല്ല വണ്ടി കിട്ടാനില്ല. 2000 പവർ സ്റ്റിയറിംഗ് ഇല്ല, ഷേസി ഉണ്ട്, നല്ല അത്യാവശ്യം കാണാൻ നല്ല വണ്ടിയാണ്, വലിയ നല്ല വൃത്തിയുള്ള 2006-7 ഓൾട്ടോ LXൻ്റെ വില വെറും 60,000 രൂപ, വലിയ കുഴപ്പമില്ല കേട്ടോ. ടയോട്ടയുടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വണ്ടിയാണ് ടയോട്ട ഇന്നോവ. ഇത് ഇന്നോവയുടെ അന്നത്തെ കാലത്ത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2013 ഡിസംബർ, അതായത് 14 എന്ന് പറയാം ഫുൾ ഓപ്ഷൻ. അത് 2013 ഡിസംബർ നവംബർ ആകുമ്പോഴാണ് പുതിയ മോഡൽ ഇന്നോവ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 2013 മോഡൽ ഇന്നോവ ന്യൂ ഷേപ്പാണ്, അതായത് AC ന്യൂ ഷേപ്പ് വണ്ടി എന്ന് പറഞ്ഞാൽ ന്യൂ ഷേപ്പ് ഗ്രില്ലൊക്കെ ന്യൂ ഷേപ്പാണ്. ഇത് 1.20 ഓടിയിട്ട് കമ്പനി സർവീസ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. 2013 ഇന്നോവ V ആണ്. ഇതിൻ്റെ വില വരുന്നത് 9,50,000 രൂപയാണ്. ഓൾമോസ്റ്റ് ഒരു 9 ലക്ഷം ടൈമൊക്കെ ലോൺ കിട്ടും. അടുത്ത കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് വിറ്റാലും നിങ്ങൾക്ക് ഈ 9,500 കിട്ടും. അതാണ് ഇന്നോവയുടെ ഗുണം. വേറെ മെയിൻ്റനൻസ് വരില്ല, വേറെ ഒന്നും വരില്ല. ഇന്നോവ മേടിച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ ഗുണം. ഈ 2013 V 1.20 കമ്പനി സർവീസ്, നല്ല വണ്ടി, പുതിയ ഷേപ്പ് വണ്ടി. അതാണ് ഈ പറയേണ്ടത്. പുതിയ ഷേപ്പ് V വണ്ടി 9,50,000 രൂപയാണ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 8,3 ലോൺ കൊടുക്കാം. റെൻ്റക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കോ, എന്തും ചെയ്യാവുന്ന ഒരു വണ്ടിയാണ്. ഇത് 2019 മോഡൽ ഓൾട്ടോ CNG ടാക്സി വണ്ടിയാണ്. ഇപ്പോൾ യൂബർ അറ്റാച്ചഡാണ്. സാധാരണക്കാരന് സുഖമായിട്ട് ഒരു മാസം ഒരു 50,000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന വണ്ടിയാണത്. നിങ്ങൾക്കൊരു 3-4 മാസം കൊണ്ട് ഈ വണ്ടിയുടെ പൈസ തിരിച്ചു പിടിക്കാം. ഇതിൻ്റെ വില വരുന്നത് 2,50,000 രൂപയാണ്. 2019 മോഡൽ CNG ഓൾട്ടോ ടാക്സി ഫുൾ ലോണോട് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് മാസം ഒരു 50,000 രൂപ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് ഈ വണ്ടി തരുന്നതായിരിക്കും. നല്ല വണ്ടിയാണ്. കമ്പനി ഫിറ്റഡ് CNG 2019 മോഡൽ ഓൾട്ടോ കേട്ടൻ. വീണ്ടും മറ്റൊരു സ്വിഫ്റ്റ് ZXi ആണോ. സ്വിഫ്റ്റ് ZXi എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ ZXi പെട്രോൾ വണ്ടി, 80 ലോഡോടെ ഉണ്ട്. ഇതിൻ്റെ വില വരുന്നത് 3,25,000 മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ 3 ഓണറായെന്ന് മാത്രമാണ് ഈ വണ്ടിക്ക് ഒരു കുഴപ്പമുള്ളൂ, ഡ്രോബാക്കുള്ളൂ. 2014 മോഡൽ സ്വിഫ്റ്റ് ZXi 3,25,000 രൂപ. 3,25,000 രൂപയും നമ്മൾ ലോൺ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു 6 മാസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ സിറ്റി ഓട്ടോസിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പറ്റുന്നവരൊക്കെ അതിലേക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വേറെ ഒന്നുമില്ല, ഡെയിലി വണ്ടിയുടെ അപ്ഡേറ്റ് വരും. അപ്പോൾ മിക്ക ദിവസവും നമുക്ക് വണ്ടിയുടെ ബിസിനസ് ഡെയിലി തന്നെ വണ്ടി ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വില കുറച്ച് വണ്ടി കിട്ടും. നിങ്ങൾ ഗ്രൂപ്പിൽ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ് വരും.
അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ ഒരു ദിവസവും 2 ദിവസമൊക്കെ നിൽക്കാറുള്ളൂ മിക്കപ്പോഴും അതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ നല്ല വണ്ടികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ കൂടാതെ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് വർഗീസ് റോഷൻ എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമുണ്ട് വർഗീസ് റോഷൻ. ഇപ്പോൾ തുടങ്ങാൻ പോകുന്നുള്ളൂ, തുടങ്ങിയിട്ടില്ല, എന്ന് ആക്റ്റീവ് ആക്കണം. എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാലഘട്ടം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ കാലഘട്ടം ആയതുകൊണ്ട് ഈ മറ്റേ യൂട്യൂബ് നമുക്ക് എപ്പോഴും പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടും ഇനിയുമുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, അതുപോലെ വാട്സപ്പ് മുതലായ മീഡിയയിലൂടെയാണ് എൻ്റെ വണ്ടികൾ കൂടുതലും, എൻ്റെ ബിസിനസ് എല്ലാ ഐഡിയാസും കൂടുതൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവർക്ക് അതൊന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് പേജ് ഫോളോ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. വൺസ് അഗെയിൻ താങ്ക് യു.